കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവരെയും ഈ ആഴ്ചയിൽ സന്ദേശത്തിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നിങ്ങളായിരിക്കുന്ന സ്ഥാനത്ത് കർത്താവ് നിങ്ങളെല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ ദൈവവചനത്തിലേക്ക് പ്രവേശിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നതിന് വേണ്ടി മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം ഒരിക്കൽ കൂടെ വചനം പറയട്ടെ. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. മർക്കോസിൻ്റെ സുവിശേഷം അവസാന അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യമാണ് വായിപ്പാനായിട്ടിടയായിത്തീർന്നത്. ഇവിടെ നിന്നും 3 കാര്യങ്ങൾ ഇന്ന് നിങ്ങളോട് അറിയിപ്പാനായിട്ട് ഞാൻ ദൈവ സന്നിധിയിൽ ശരണപ്പെടുകയാണ്. കർത്താവ് നിങ്ങളോട് സംസാരിക്കുമെന്ന് ഞാൻ പരിപൂർണമായി വിശ്വസിക്കുകയാണ്. 3 കാര്യങ്ങൾ അവിടെ എടുത്തു പറയുന്നുണ്ട്. 1, അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു. 2, കർത്താവ് അവരോട് കൂടെ പ്രവർത്തിച്ചു. 3, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകും. ഈ 3 കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ചിന്തിപ്പാനായിട്ട് പോകുന്നത്. അവിടെ 1-ാമത്തെ കാര്യം, അവർ പുറപ്പെട്ടു എല്ലായിടത്തും പ്രസംഗിച്ചു. അവർ പുറപ്പെടുവാനുള്ള കാരണം എന്താണ് എന്ന് നാം ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഉത്തരം ലഭിക്കുവാനായിട്ടിടയായിത്തീരും. അവിടെ നമുക്ക് 16-ാം വാക്യത്തിൽ വായിക്കുന്നത് ഇങ്ങനെയാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ന്റെ-16. അവർ പുറപ്പെട്ടു പോകുവാൻ കാരണം എന്ത്? അവിടെ നാം വായിക്കുന്നത് ഇങ്ങനെയാണ്. പിന്നെ അവൻ അവരോട്, നിങ്ങൾ ഭൂലോകത്തിൽ ഒക്കെയും പോയി സകല സൃഷ്ടികളോടും സുവിശേഷത്തെ പ്രസംഗിക്കുകയും സകല സൃഷ്ടികളോടും പ്രസംഗിക്കുകയും സുവിശേഷത്തെ പ്രസംഗിക്കുവിൻ എന്ന് കർത്താവായ യേശുക്രിസ്തു തൻ്റെ ശിഷ്യന്മാരോട് കൽപ്പിച്ചു. ശിഷ്യന്മാർ ആ കൽപ്പന അപ്പാടെ ഏറ്റുകൊണ്ട് അനുസരിച്ച് യേശുക്രിസ്തു ഈ ഭൂമിയിൽ നിന്നും എടുക്കപ്പെട്ട് പിതാവിൻ്റെ വലത്തുഭാഗത്ത് ഇരുന്നതിന് ശേഷം ശിഷ്യന്മാർ ആ ദൗത്യവുമായി യേശു കൽപ്പിച്ച ആ കൽപ്പന അനുസരിച്ചുകൊണ്ട് പുറപ്പെടുവാനായിട്ടിടയായിത്തീർന്നു. അപ്പോൾ യേശുവിൻ്റെ കൽപ്പനയായിരുന്നു നിങ്ങൾ പുറപ്പെട്ടു പോകണമെന്നുള്ളത്. അതുകൊണ്ട് ശിഷ്യന്മാർ എന്ത് ചെയ്തു? പുറപ്പെട്ടു പോകുവാനായിട്ട് ഇടയായിത്തീർന്നു. ഹല്ലേലൂയ. യേശുക്രിസ്തുവിൻ്റെ കൽപ്പനയായിരിക്കുന്ന നിങ്ങൾ പുറപ്പെട്ടു പോയി സകല സൃഷ്ടികളോടും സുവിശേഷത്തെ പ്രസംഗിക്കുവിൻ എന്ന് യേശു പറഞ്ഞത് അങ്ങനെ തന്നെ സ്വീകരിച്ച് അംഗീകരിച്ച് പുറപ്പെടുവാൻ അവർ തയ്യാറായി. 20-ാം വാക്യം നാം വായിക്കുമ്പോൾ അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ഒരു കാര്യം ശ്രദ്ധിക്കണമേ, സുവിശേഷം എന്ന് പറയുന്നത് എല്ലായിടത്തും പ്രസംഗിക്കേണ്ട ഒന്നാണ്. ഒരിടത്തും മാത്രം പ്രസംഗിക്കേണ്ടതല്ല. സുവിശേഷം എന്ന് പറയുന്നത് ഭൂലോകം മുഴുവനും പ്രസംഗിക്കപ്പെടേണ്ട ഒന്നാണ്. കാരണം എല്ലാ മനുഷ്യർക്കും സുവിശേഷം ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും സുവിശേഷത്തിൽ നിന്നുള്ള ആ വിടുതൽ ആവശ്യമാണ്. എല്ലാ മനുഷ്യർക്കും യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം, യേശുക്രിസ്തുവിനെ ആവശ്യമായതുകൊണ്ട് ഈ സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കണം. എല്ലാ മനുഷ്യർക്കും സുവിശേഷം ആവശ്യമാണ്. അതുകൊണ്ട് ശിഷ്യന്മാർ എല്ലായിടത്തും പ്രസംഗിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. ഒരു ഭാഗത്ത് മാത്രം നിന്നുകൊണ്ട്, ഒരു സ്ഥലത്ത് മാത്രം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥലത്ത് മാത്രം ഒതുക്കി അവർ സുവിശേഷത്തെ പ്രസംഗിച്ചില്ല. ഭൂലോകം മുഴുവനും പുറപ്പെട്ടു പോയി സുവിശേഷത്തെ പ്രസംഗിക്കുവിനെന്ന യേശുക്രിസ്തുവിൻ്റെ കൽപ്പന സ്വീകരിച്ച ശിഷ്യന്മാർ എല്ലായിടത്തും
സുവിശേഷം പ്രസംഗിക്കുവാനായിട്ടിടയായി തീർന്നു. അവർ പുറപ്പെട്ടു പോയി. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു കാര്യം, അവർ പുറപ്പെടുവാനായിട്ടിടയായി തീർന്നു. പുറപ്പെടുക മാത്രമല്ല, എല്ലായിടത്തും പ്രസംഗിച്ചു. സ്തോത്രം. സുവിശേഷം എല്ലായിടത്തും പ്രസംഗിക്കണം. സുവിശേഷം എല്ലായിടത്തും കേൾക്കണം. മനുഷ്യരാശി എവിടെയൊക്കെ ഉണ്ടോ അവിടെയൊക്കെ സുവിശേഷത്തിൻ്റെ ശബ്ദം മുഴങ്ങണം. സുവിശേഷം കേൾക്കണം. നമ്മുടെ രാജ്യത്ത്, നമ്മുടെ ദേശത്ത്, നാം വസിക്കുന്ന നമ്മുടെ ഗ്രാമങ്ങളിൽ, തെരുക്കളിൽ, കോണുകളിൽ ഹല്ലേലൂയ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ശബ്ദം മുഴങ്ങണം. ഹല്ലേലൂയ. അതിനുവേണ്ടി ദൈവം എന്നെയും നിങ്ങളെയും വിളിച്ചു വേർതിരിച്ച് പുറപ്പെട്ടു പോകുവിൻ എന്നുള്ള ശബ്ദം നമ്മുടെ ചെവിയിൽ മുഴങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കർത്താവ് പറയുന്നു, പുറപ്പെട്ടു പോകുക, എല്ലായിടത്തും സുവിശേഷത്തെ പ്രസംഗിക്കുക. നമ്മളെ രക്ഷിച്ച, എന്നെ വിടുവിച്ച, എനിക്ക് നിത്യജീവനെ പകർന്നു തന്ന, സ്വർഗത്തിൻ്റെ ആ പ്രത്യാശ എനിക്ക് നൽകി തന്ന, എന്നെ വേറൊരു മനുഷ്യനായി മാറ്റിയ ആ സുവിശേഷത്തെ എല്ലായിടത്തും പ്രസംഗിക്കുവാൻ എനിക്കും നിങ്ങൾക്കും അവകാശമുണ്ട്. ഞാനും നിങ്ങളും അതിനുവേണ്ടി കടംപ്പെട്ടവരാണ്. പുറപ്പെട്ടു പോവുക, എല്ലായിടത്തും സുവിശേഷത്തെ പ്രസംഗിക്കുക. അപ്പോൾ സുവിശേഷം എന്ന് പറയുന്നത് ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കുന്നതല്ല, അത് എല്ലായിടത്തും പ്രസംഗിക്കപ്പെടേണ്ട ഒന്നാണ് സുവിശേഷം എന്ന് പറയുന്നത്. ഹല്ലേലൂയ. അങ്ങനെ പുറപ്പെട്ട് സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ നീ തുടങ്ങുമ്പോൾ രണ്ടാമത്തെ കാര്യം പറയുന്നു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ഹല്ലേലൂയ. സുവിശേഷത്തെ പ്രസംഗിക്കുവാൻ, സുവിശേഷത്തെ അറിയിക്കുവാൻ നീ പുറപ്പെടുമ്പോൾ നീ ഒറ്റയ്ക്കല്ല പോകുന്നത്, നിന്നോടുകൂടെ കർത്താവുണ്ട്. കർത്താവ് കൂടെ നിന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. ഇന്ന് എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, സുവിശേഷം അറിയിക്കുവാൻ ദാഹത്തോടെ കാത്തിരിക്കുന്നവരെ, യേശുക്രിസ്തുവിൻ്റെ വചനത്തെ പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നവരെ, പ്രൈസ് ദി ലോർഡ്, ദൈവവചനത്തെ ഭൂലോകത്തിൻ്റെ അറ്റം വരെ ചുമന്നുകൊണ്ട് പോകുവാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും എൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ദൈവത്തിൻ്റെ ആലോചന വിളിച്ചു പറയാം. കർത്താവ് നിങ്ങളോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. മത്തായി സുവിശേഷം 28 അവസാന ഭാഗത്തിൽ പറയുന്നു, ലോകത്തിൻ്റെ അവസാനം വരെയും ഞാൻ നിങ്ങളോട് കൂടെ എല്ലാ നാളും ഇരിക്കുമെന്ന്. അങ്ങനെയാണെങ്കിൽ പ്രൈസ് ദി ലോർഡ്, അവൻ്റെ ശിഷ്യന്മാരായിരിക്കുന്ന നാം, അവനെ ആരാധിക്കുന്ന നാം, ഈ സുവിശേഷത്തെ ചുമന്നുകൊണ്ട് ഈ സുവിശേഷത്തെ പ്രസംഗിക്കുവാനായി നാം പുറപ്പെട്ടു പോകുമ്പോൾ കർത്താവ് നമുക്ക് തന്നിരിക്കുന്നൊരു വാക്കെന്നറിയാമോ, ഒരു പ്രോമിസ് എന്നറിയാമോ? ഞാൻ നിങ്ങളോട് കൂടെ ഇരിക്കും. കൂടെ ഇരിക്കുക മാത്രമല്ല, ഞാൻ പ്രവർത്തിക്കും. സുവിശേഷത്തെ പ്രസംഗിക്കുക, കർത്താവ് പ്രവർത്തിക്കും. ഒരിക്കൽ കൂടെ ഞാൻ ആ വാക്ക് പറയട്ടെ, നാം സുവിശേഷത്തെ പ്രസംഗിക്കുക, കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. ഹല്ലേലൂയ. അതുകൊണ്ട് പുറപ്പെട്ടു പോകുവിൻ, സുവിശേഷത്തെ പ്രസംഗിക്കുവിൻ. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങളെ പ്രവർത്തിക്കും. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിപ്പാനായിട്ട് ഇടയായിത്തീരും. ഹല്ലേലൂയ. നാം പ്രവർത്തിച്ചാൽ, നാം പ്രസംഗിച്ചാൽ മതി, നാം പുറപ്പെട്ടു പോയാൽ മതി, നാം സുവിശേഷത്തെ അറിയിച്ചാൽ മതി. കർത്താവ് നമ്മോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കുന്ന ദൈവമാണ്. നമ്മൾ ഒറ്റയ്ക്ക് വിടുന്ന ദൈവമല്ല. പലരും ഭയപ്പെടുന്നതിൻ്റെ കാരണം അതാണ്. ഞാൻ ഒറ്റയ്ക്ക് പോയാൽ എന്തെങ്കിലും സംഭവിക്കുമോ? പ്രൈസ്. ഞാൻ ഒരു കാര്യം ഇവിടെ നിന്ന് പറയട്ടെ. കർത്താവ് പറഞ്ഞു, കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. ലോകത്തിൻ്റെ അവസാനം എല്ലാ നാളും നിങ്ങളോട് കൂടെയുണ്ടെന്ന് കർത്താവ് അരുളിച്ചെയ്തു. നമുക്കൊരു വാഗ്ദത്തം തന്നിട്ടുണ്ട്. അതുകൊണ്ട് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ധൈര്യമായി നമ്മളെ രക്ഷിച്ച, നമ്മളെ വീണ്ടെടുത്ത, പ്രൈസോ, നമ്മളെ പാപത്തിൽ നിന്നും വിടുവിച്ച, നമുക്ക് നിത്യ രാജ്യത്തിൻ്റെ അവകാശികളായി മാറുവാൻ, അപ്പ പിതാവെന്ന് വിളിക്കുവാനുള്ള പുത്രത്തിൻ്റെ ആത്മാവിനെ തന്ന ആ യേശുവിനെ അറിയിക്കുവാൻ, പ്രസംഗിക്കുവാൻ നാം പുറപ്പെട്ടു പോകുക. കർത്താവ് നമ്മളോട് കൂടെ ഇരുന്ന് പ്രവർത്തിക്കും. മൂന്നാമത്തെ കാര്യം അവിടെ എങ്ങനെയാണ്? പുറപ്പെട്ടു പോയി പ്രസംഗിച്ചവരോടുകൂടെ കർത്താവ് കൂടെ ഇരുന്നു. മൂന്നാമത്തെ കാര്യം, അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. സ്തോത്രം. നീ പുറപ്പെട്ടു പോയി പ്രസംഗിക്കുമ്പോൾ കർത്താവ് നിന്നോട് കൂടെ ഇരിക്കും.
ഇരിക്കുക മാത്രമല്ല, നിന്നാൽ അടയാളങ്ങളെ ചെയ്ത് നീ പ്രസംഗിക്കുന്ന വചനത്തെ ഉറപ്പിക്കും. ഹല്ലേലൂയ. എന്നെ ചിന്തിപ്പിച്ചൊരു വാക്കാണത്. പലപ്പോഴും നമ്മൾ പറയാറുണ്ട്, ഞാനൊരു സഭയുടെ ശുശ്രൂഷകനാണ്. ഹല്ലേലൂയ. പലപ്പോഴും ഞാൻ തന്നെ ചിന്തിച്ചിട്ടുണ്ട്, കർത്താവ് ഞാൻ പ്രസംഗിക്കുന്നത് മറ്റുള്ളവർ കേൾക്കുന്നുണ്ടോ? അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം സംഭവിക്കുന്നുണ്ടോ? എന്നാൽ വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയട്ടെ, കർത്താവ് വചനത്തെ ഉറപ്പിക്കും. നാം അതിനെക്കുറിച്ച് ഭാരപ്പെടേണ്ട ആവശ്യമില്ല, നാം അതിനെക്കുറിച്ച് വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നീ പ്രസംഗിച്ചാൽ മതി, കർത്താവ് അത്ഭുതങ്ങളാൽ വചനത്തെ ഉറപ്പിക്കും. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ഹല്ലേലൂയ. ദൈവവചനത്തെ കർത്താവ് ഉറപ്പിക്കും. എങ്ങനെ? അടയാളങ്ങളിലൂടെ. സ്തോത്രം. അടയാളങ്ങൾ ചെയ്യുവാനായിട്ട് നീ പോകേണ്ട ആവശ്യമില്ല, അതിനുവേണ്ടി നീ വ്യഗ്രപ്പെടേണ്ട ആവശ്യമില്ല, തത്രപ്പെടേണ്ട ആവശ്യമില്ല. നീ സുവിശേഷത്തെ അറിയിക്കുമ്പോൾ, നീ സുവിശേഷത്തെ പ്രസംഗിക്കുമ്പോൾ, നീ പുറപ്പെട്ടു പോയി സുവിശേഷത്തെ അറിയിക്കുമ്പോൾ, കർത്താവ് നിന്നോട് കൂടെ ഇരുന്ന് നിന്നെ കൊണ്ട് ചില അത്ഭുതങ്ങളെ നടത്തി കർത്താവിൻ്റെ വചനത്തെ കർത്താവ് ഉറപ്പിക്കും. ഹല്ലേലൂയ. ചില ഹൃദയങ്ങളിൽ അത് തൊടുവാനായിട്ട് ഇടയായിത്തീരും. ചില ആളുകൾക്ക് മാനസാന്തരത്തെ കൊണ്ടുവരുവാനായിട്ട് അത് ഇടയായിത്തീരും. ചില അത്ഭുതങ്ങൾ നടക്കും, ചില രോഗങ്ങൾ മാറും, ചില കെട്ടുകൾ ഉടയപ്പെടും. പ്രൈസ് ദി ലോർഡ്. ചില ജനങ്ങൾക്ക് വിടുതൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. നീ പ്രസംഗിച്ചാൽ മതി, നീ പുറപ്പെട്ടു പോയാൽ മതി, നീ പ്രസംഗിച്ചാൽ മതി. കർത്താവ് അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ ഉറപ്പിച്ചു പോന്നു. വചനത്തെ, നീ പ്രസംഗിക്കുന്ന വചനത്തെ, നീ പറയുന്ന സുവിശേഷത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. അതുകൊണ്ട് നീ പതറേണ്ട ആവശ്യമില്ല, ഭയപ്പെടേണ്ട ആവശ്യമില്ല, നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നീ പ്രസംഗിക്കുന്ന സുവിശേഷം, നീ പറയുന്ന വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. വചനത്തെ ഉറപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ആ വചനത്തിനൊരു മാറ്റവുമില്ല. ആ വചനം കടന്നു ചെയ്യേണ്ട പ്രവൃത്തികളെ ചെയ്തെടുക്കും. നാം പുറപ്പെട്ടു പോയി പ്രസംഗിക്കുവാൻ തയ്യാറാണെങ്കിൽ പ്രവർത്തിക്കുവാൻ ദൈവം ശക്തനായ ദൈവമാണ്. ഹല്ലേലൂയ. ഇന്ന് ഈ സന്ദേശം കേൾക്കുന്ന പ്രിയമുള്ളവരെ, യേശു ക്രിസ്തുവിനെ കുറിച്ച് പറയുവാൻ ഞാനും നിങ്ങളും കടപ്പെട്ടവരാണ്. പക്ഷേ എങ്ങനെയെങ്കിലും യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ അറിയിക്കുക. നമ്മുടെ ദേശം, നമ്മുടെ ഗ്രാമം, നാം ഇരിക്കുന്ന പട്ടണം, പ്രൈസ് ദി ലോർഡ്, യേശു ക്രിസ്തുവിൻ്റെ നാമത്തെ അറിയട്ടെ, സുവിശേഷം അറിയട്ടെ, അത്ഭുതങ്ങൾ അവർ പ്രാപിക്കട്ടെ, കർത്താവിൻ്റെ വീര്യപ്രവൃത്തികൾ അവർ അറിയട്ടെ. ദൈവം വചനത്തെ ഉറപ്പിക്കും. ഇത് ദൈവത്തിൻ്റെ വചനമാണ്, ദൈവത്തിൻ്റെ പ്രോമിസാണ്. ഹല്ലേലൂയ. അതുകൊണ്ട് ധൈര്യമായി നമുക്ക് മുന്നോട്ട് പോകാം, ധൈര്യമായി നമുക്ക് പുറപ്പെടാം. പ്രൈസ് ദി ലോർഡ്. പുറപ്പെട്ടു പോകുവിനെന്നുള്ള കൽപ്പന നമുക്ക് ലഭിച്ചു കഴിഞ്ഞു. ഇനി കൽപ്പനയ്ക്ക് വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. പുറപ്പെട്ടു പോകുവിനെന്ന് കർത്താവ് നമ്മോട് കൽപ്പിച്ചു. ഇനി നമുക്ക് പുറപ്പെട്ടു പോകാം. ഹല്ലേലൂയ. ഇന്നും സുവിശേഷം അറിയാത്ത, സുവിശേഷം എത്തിയിട്ടില്ലാത്ത ദേശങ്ങളിലേക്ക് കടന്നു ചെല്ലാം. യേശു ക്രിസ്തുവിൻ്റെ സുവിശേഷത്തെ നമുക്ക് അറിയിക്കാം. യേശു ജീവിക്കുന്നു, യേശു ജീവിക്കുന്നു എന്ന് നമുക്ക് വിളിച്ചു പറയാം. യേശു വീണ്ടും വരുന്നു എന്ന് നമുക്ക് വിളിച്ചു പറയാം. സുവിശേഷത്തെ പ്രസംഗിച്ചു. അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. കർത്താവ് അവരോടുകൂടെ പ്രവർത്തിച്ചു. അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചു പോകും. ഇത് കർത്താവിൻ്റെ ഒരു പദ്ധതിയാണ്. അതുകൊണ്ട് നമുക്ക് ലഭിച്ച സമയത്ത് യേശുവിനെ ഉയർത്താം, ആ കർത്താവിനെ മഹത്വപ്പെടുത്താം. കണ്ണുകൾ അടയ്ക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, ഈ വചനം കേൾക്കുന്ന ഓരോ വ്യക്തിയുടെ ജീവിതത്തിലും സുവിശേഷം അറിയിക്കുവാനുള്ള ഒരു വ്യഗ്രത, ഒരാഗ്രഹം അവരുടെ ഹൃദയത്തിൽ നൽകി കൊടുക്കണമേ. കർത്താവെ, ഞങ്ങളോട് കൂടെ ഇരുന്ന് അത്ഭുതങ്ങൾ പ്രവർത്തിച്ച് വചനത്തെ ഉറപ്പിക്കുന്ന കർത്താവെ, ഞങ്ങൾ പുറപ്പെട്ടു പോകുവാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ ബലപ്പെടുത്തണമേ. ഈ വചനം കേട്ട ഓരോ വ്യക്തികൾക്കായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ അവർ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ആഴ്ചയിലെ സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു ഞാൻ വിശ്വസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.